ഇന്ധനവില കൂട്ടി സ്വകാര്യ റീറ്റെയിൽ ഏജൻസിയായ നയാര വലിയ 5 രൂപയിലോളമുള്ള വർധനയാണ് നയാര വരുത്തിയത്. പെട്രോളിന് 5 രൂപ 30 പൈസയും ഡീസൽ ലിറ്ററിന് 3 രൂപയുമാണ് നയാര വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായിട്ടുണ്ട്. വിഷ്ണു, ഞാൻ മനസ്സിലാക്കുന്നത് നയാര കൂടുതലായും റഷ്യൻ ഓയിലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവരുടെ വിപണി അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനമെന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വില വർധന? ദിവീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നയാരയാണ് ഇപ്പോൾ വില കൂട്ടിയിട്ടുള്ളത്. എങ്കിലും നയാര മാത്രമല്ല, ഇന്ത്യയിലെ സ്വകാര്യ പെട്രോളിയം കമ്പനികൾ ഉൾപ്പെടെ ഇത് വില കൂട്ടാനുള്ള സമീപകാലത്ത് തന്നെ കൂട്ടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം നിലവിൽ ഇത്തരത്തിൽ എണ്ണവില കൂട്ടുന്നില്ല, അല്ലെങ്കിൽ പെട്രോൾ ഡീസൽ വില കൂട്ടുന്നില്ല എന്നായിരുന്നു ഇന്നലെ ഉൾപ്പെടെ പെട്രോളിയം മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പലയിടത്തും ഇത്തരത്തിൽ അപ്രഖ്യാപിതമായിട്ടുള്ള തടസ്സം നേരിടുന്നുണ്ട്. അതായത് ചില പെട്രോൾ പമ്പുകളിൽ കറണ്ട് പോയാൽ പകരം ജനറേറ്റർ പ്രവർത്തിപ്പിക്കേണ്ട ആ സമയം എങ്കിലും ഈ പെട്രോൾ നിറയ്ക്കുന്നത് ഒഴിവാക്കാമെന്ന ചില അനൗദ്യോഗികമായ സന്ദേശങ്ങൾ ഉൾപ്പെടെ നൽകുന്നുണ്ട്. ഇതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് പലയിടത്തുമുള്ള സ്റ്റോക്ക് താരതമ്യേന കുറഞ്ഞു വരുന്നു എന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു വിവരാവകാശ രേഖ പ്രകാരം, അതിൽ ലഭിച്ച മറുപടി പ്രകാരം മനസ്സിലാക്കുന്ന രാജ്യത്ത് 10 ദിവസത്തിൽ താഴെയുള്ള LPG ശേഖരമേ ഉള്ളൂ എന്നതാണ്. പക്ഷേ LPG മാത്രമല്ല, പെട്രോളിയത്തിലും ഇത്തരത്തിൽ പലയിടത്തും പ്രതിസന്ധി വന്നേക്കാം എന്നൊരു ആശങ്ക കൂടിയുണ്ട്. പ്രധാനമായും ഇന്ത്യയിലേക്കുള്ള എണ്ണ ടാങ്കറുകളുടെ വരവിലുണ്ടായ കുറവ്, അതായത് നമുക്കറിയാം പ്രതിദിനം 8ഓളം ടാങ്കറുകൾ വന്നിരുന്ന ഇന്ത്യയിലേക്ക് ഇപ്പോൾ ഇതുവരെ എത്തിയിട്ടുള്ളത് LPGയുമായി എത്തിയത് 3 ടാങ്കറുകളും അതോടൊപ്പം തന്നെ ക്രൂഡ് ഓയിലുമായി എത്തിയത് 2ഓ 3ഓ ടാങ്കറുകളും മാത്രമാണ്. അതായത് ഇന്ത്യയിലേക്കുള്ള ഇത്തരത്തിലുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും ക്രൂഡ് ഓയിലിൻ്റെയും ചരക്ക് നീക്കം വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കരുതൽ എന്ന വണ്ണമാണ് പലയിടത്തും പിശുക്കിക്കൊണ്ട് ഇത്തരത്തിൽ എണ്ണ വിതരണം നടക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ ഈ ഇന്ധനവില വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, നേരത്തെ റഷ്യയിൽ നിന്നുൾപ്പെടെ ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ബാരലിന് ഇപ്പോൾ വിപണിയിലുള്ള വിലയേക്കാൾ അധികം തുക നൽകിക്കൊണ്ടാണ്. അപ്പോൾ ഈ ചിലവ് സ്വാഭാവികമായും സാധാരണക്കാരായ ആളുകൾക്ക് മുകളിലേക്ക് എത്തുകയാണ്. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലുള്ള ഈ റീറ്റെയിൽ രംഗത്തുള്ള ഏറ്റവും വലിയൊരു കമ്പനികളിലൊന്നാണ് നയാര. ആ നയാര ഈ തുക വർദ്ധിപ്പിച്ചതിന് പിന്നാലെ മറ്റ് സ്വകാര്യ കമ്പനികളിൽ നിന്ന് കൂടി ഈ വില വർധനവ് നമുക്ക് പ്രതീക്ഷിക്കാം. അധികം വൈകാതെ തന്നെ അതുണ്ടാവും. പക്ഷേ ഇത്തവണ കൂട്ടിയത് എന്തായാലും ഒരു വലിയ തുകയാണ്. പെട്രോളിന് മാത്രം 5 രൂപയിൽ കൂടുതൽ പെർ ലിറ്ററിന് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള കമ്പനികളും സമാനമായ രീതിയിലേക്ക് പോയാൽ രാജ്യത്ത് വലിയ തോതിലുള്ള ഒരു എണ്ണവിലയിൽ ഒരു വർധനവ് നമുക്ക് സമീപ ഭാവിയിൽ തന്നെ കാണാൻ സാധിക്കും.